നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ സൂക്ഷിച്ചും കണ്ടും വേണം പ്രതികരിക്കാനെന്നും കഴിവതും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കും AKG സെന്ററിൽ നിന്ന് മുന്നറിയിപ്പ് പോയിരിക്കുന്നത്. എന്നാൽ എന്ത് ചെയ്യാനാണ്? ചില നേതാക്കന്മാർ വന്നിരുന്ന് പിണറായിയെ എടുത്തിട്ടലക്കുന്ന ചില പരാമർശങ്ങളാണ് നടത്തുന്നത്. ഇത് വായിൽ നിന്ന് അറിയാതെ വീണു പോകുന്നതാണോ അതോ പിണറായിക്കിട്ട് പണി കൊടുക്കുന്നതാണോ എന്നാണ് അറിയാത്തത്. മന്ത്രി VN വാസവൻ ദേവസ്വം മന്ത്രിയാണല്ലോ. ദേവസ്വം മന്ത്രി ശബരിമലയിൽ നടക്കുന്ന ഒരു വിഷയത്തിലും പ്രതികരിക്കാതെ ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്. എന്നാൽ മാധ്യമങ്ങൾ വളഞ്ഞിട്ടങ്ങ് പിടികൂടിയപ്പോൾ കഴിഞ്ഞ ദിവസം വാസവൻ പറഞ്ഞ ഒരു ഡയലോഗ്, ഒരു പ്രസ്താവന അതിപ്പോൾ CPMന്റെ മൂട്ടിൽ വീണാണ് പൊട്ടിയിരിക്കുന്നത്. ജനങ്ങൾ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതങ്ങ് സമ്മതിച്ചു തന്നിരിക്കുകയാണ് വാസവനും. എന്താണ് സംഭവം എന്നല്ലേ? ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടന്നതുകൊണ്ടാണ് കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നത്. കൂടുതൽ കാര്യങ്ങൾ പരിശോധന നടത്തിയതിന് ശേഷം പറയാമെന്നായിരുന്നു വാസവൻ പ്രതികരിച്ചത്. ഇതുതന്നെയാണ് മലയാളികളും പറയുന്നത്. പിണറായി അവിടെ പോയ ഒരു ആഗോള സംഗമം നടത്തി, തൊട്ടു പിന്നാലെ അയ്യപ്പൻ പണി കൊടുത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അടപടലം പുറത്തേക്ക്. ക്ലിഫ് ഹൗസിൽ കാലുകുത്തിയില്ല, അതിനു മുൻപ് തന്നെ പിണറായിക്ക് പണി കിട്ടിയെന്ന് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയുമ്പോൾ അതങ്ങ് സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ് വാസവൻ. അതായത് അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണ് കള്ളത്തരങ്ങൾ പുറത്തേക്ക് വന്നതെന്ന്. സ്വന്തം മൂട്ടിൽ വെടിപൊട്ടിക്കാൻ ഇവരെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും കഴിയത്തില്ല. ഇപ്പോൾ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് CPM. കാരണം വാസവന്റെ ഈ ഒരു പ്രസ്താവന എടുത്തിട്ട് ട്രോളുകയാണ് സൈബർ ഗ്രൂപ്പുകൾ. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ട്രോളന്മാരും രംഗത്തേക്ക് ഇറങ്ങി വന്ന് വാസവനെ കടിച്ചുകുടയുകയാണ്. വാസവൻ മന്ത്രി ഇത് സമ്മതിച്ചു തരണമെന്നില്ല. നിങ്ങളുടെ ഉഡായിപ്പ് സംഗമം നടന്നതുകൊണ്ട് തന്നെയാണ് സത്യങ്ങൾ പുറത്തേക്ക് വന്നത്. കാരണം അതുവരെ ശബരിമല വിശ്വാസം ഞങ്ങൾ അങ്ങ് സംരക്ഷിക്കും എന്നായിരുന്നല്ലോ പമ്പയിലെ ചടങ്ങിൽ വെച്ച് പിണറായി പ്രഖ്യാപിച്ചത്. പക്ഷേ എന്താണ് നിങ്ങൾ സംരക്ഷിച്ചത് എന്നുള്ളതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയവരെ സംരക്ഷിക്കുന്നു. ഈ സ്വർണം അടിച്ചു മാറ്റി വിറ്റ് കാശുണ്ടാക്കി തിന്നവന്മാരെ സംരക്ഷിക്കുന്നു. അങ്ങനെ പലരെയും നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഈ സംരക്ഷണത്തിനുള്ള മറുപടിയും അതിനുള്ള പാരിതോഷികവുമാണ് കോടതിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും വാസവന് മറുപടി. വാസവനെ ചുരുട്ടിക്കൂട്ടുകയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ. ആവശ്യമില്ലാത്ത വളവള വർത്തമാനത്തിന് നിൽക്കരുതെന്നും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വാസവൻ പോയേക്കരുതെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ദേവസ്വം മന്ത്രിയുണ്ട്, അതായത് മുൻമന്ത്രിയെ കാണാൻ പോലും ഇല്ല. പോറ്റിയുടെ വീട്ടിലാണോ അതോ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അതോ സ്വന്തം തടി കേടാകാതിരിക്കാൻ വേണ്ടിയാണോ എന്തിനാണെന്നറിയില്ല, AKG സെന്ററിൽ കയറിയിരുന്ന് കരച്ചിലാണ് കടകംപള്ളി സുരേന്ദ്രനെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിട്ടുകൊടുക്കുന്നത് പോലുമില്ല CPMകാർ. AKG സെന്ററിലും ക്ലിഫ് ഹൗസിലും കയറി ഇറങ്ങി മാറി ഇരുന്ന് കരയുകയാണ് കടകംപള്ളി. എന്നെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമോ, എന്നെ രക്ഷിക്കണേ പിണറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കരച്ചിൽ. എന്തായാലും വാസവൻ പൊട്ടിച്ച ബോംബ് CPMന്റെ അന്നനാളത്തിലാണ് വീണ് പൊട്ടിയിരിക്കുന്നത്. വാസവൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം പണം തിരിച്ചടച്ചത് സംബന്ധിച്ച് നിയമസഭയിൽ നൽകിയ മറുപടി ശരിയാണ്. ദേവസ്വം ബോർഡ് കൊടുത്ത പണം കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ളവർ നടത്തുന്ന പ്രസ്താവനകളിൽ പൊതുജനങ്ങളോട് അവർ മാപ്പ് പറയേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിൽ പോറ്റിയെ ഞങ്ങൾ പങ്കെടുപ്പിച്ചില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലവിലെ വിഷമം. ആ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിലും അവർക്ക് വിഷമമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാശയക്കുഴപ്പവും നിലനിൽക്കുന്നില്ല. പോറ്റിയെ കയറ്റിയവർക്കാണ് നിലവിൽ വിഷമം. കൊടിമരം കേസ് വിജിലൻസിന്റെ പരിധിയിലെത്തിയിരിക്കുകയാണ്. അതിന്റെ അന്വേഷണം വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകും എന്നായിരുന്നു വാസവൻ പറഞ്ഞത്. ഇതിനിടയിലായിരുന്നു വാസവൻ മറ്റേ ഡയലോഗ് അടിച്ചത്. അതായത് അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ടാണ് കള്ളത്തരങ്ങൾ പുറത്തേക്ക് വന്നത് എന്നുള്ളത്. ഇവിടെയാണ് അബദ്ധം പിണഞ്ഞുപോയത്. പക്ഷേ മാറ്റിപ്പറയാനൊന്നും എന്തായാലും വാസവൻ വന്നിട്ടില്ല. മാറ്റിപ്പറയാൻ വന്നാൽ അതിലും വലിയ മണ്ടത്തരം വാസവൻ പറയും. അതുകൊണ്ട് പാർട്ടി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ വാസവൻ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് ജനങ്ങൾ തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡ് കൊടുത്ത പണം കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാസവൻ പ്രതികരിക്കുന്നത്. പക്ഷേ കോടതിയുടെ ഉത്തരവ് എന്തായിരുന്നു? അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. വാസവൻ മന്ത്രിയും കൂട്ടരും ചെവി തുറന്നു വെച്ച് ഇത് കേൾക്കണം.
അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന്റെ പണം എടുക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. അത് ലംഘിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പണം എടുത്തത്. പിന്നീട് നിന്ന നിൽപ്പിൽ അത് തിരിച്ചടയ്ക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ഊരാളുങ്കലിന് കൊടുക്കാനുള്ള പണം കൊടുക്കാതെയാണ് ദേവസ്വം ബോർഡിന്റെ പണം തിരിച്ചടച്ചിരിക്കുന്നത്. ഇത് കോടതിയുടെ മുൻപിൽ പണി കിട്ടാതിരിക്കാൻ വേണ്ടി സർക്കാർ കാണിക്കുന്ന അതിബുദ്ധിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനെ കുറിച്ച് പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നും അഡ്വാൻസ് നൽകിയ പണം ദേവസ്വം ബോർഡ് തിരികെ കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി വാസവൻ പറഞ്ഞിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയിരുന്നുവെന്നും ബോർഡിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എത്രത്തോളം വലിയ വിനയ കുനീനമായിട്ടാണ് വാസവന്റെ മറുപടികളെന്ന് നോക്കണേ. അതായത് ബോർഡിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനൊന്നും സർക്കാരിന് അധികാരമില്ല എന്ന്. ഈ ബോർഡിൽ തിരികെ കയറ്റിയിരിക്കുന്നത് മുഴുവൻ CPMന്റെ ശിങ്കിടികളെയാണ്. അവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് ഈ CPMന്റെ ശിങ്കിടികളാണ്. പക്ഷേ ബോർഡിനോടൊന്നും ചോദിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്ന്. മറ്റൊരു കാര്യം വാസവൻ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനെ കുറിച്ച് പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് എന്നാണ്. പക്ഷേ നമ്മൾ ആ ആഗോള അയ്യപ്പ സംഗമം കണ്ടതായിരുന്നല്ലോ. അതൊരുമാതിരി സർക്കാർ പരിപാടി പോലെയാണ് നമുക്ക് മനസ്സിലായത്. കാരണം ദേവസ്വം ബോർഡിനെ അവിടെ ആ മൂലയിൽ പോലും കാണാനുണ്ടായിരുന്നില്ല. വെച്ച ഫ്ലെക്സിനകത്തെല്ലാം അയ്യപ്പൻ ചെറിയ ഒരു കോളത്തിലും പിണറായി വിജയന്റെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന നിലയിലായിരുന്നു ബോർഡുകൾ ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, വേദിയിലും നിറഞ്ഞു നിന്നത് പിണറായി വിജയനും കൂട്ടരുമാണ്. പിന്നെ ഈ പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനൊക്കെ. അവിടെ എവിടെയും നമുക്ക് ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അന്ന് സർക്കാർ പറഞ്ഞ ഒരു ഡയലോഗ് എന്തായിരുന്നു? ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ്, സർക്കാരിന്റെ പരിപാടി അല്ല എന്ന്. പക്ഷേ ഒരു മൂലയിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിനെ. നിറഞ്ഞു നിന്നത് പിണറായി വിജയനും. എന്നിട്ടാണ് ഇവർ ഇമ്മാതിരി ഡയലോഗൊക്കെ ഇപ്പോഴടിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ആ റിപ്പോർട്ട് തള്ളുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ സത്യവിരുദ്ധവും വേദനാജനകവുമാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതികരിച്ചത്. നടക്കുന്നത് തികച്ചും അവാസ്തവമായ ചില പ്രചാരണങ്ങൾ മാത്രമാണെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. നന്ദഗോവിന്ദം ഭജൻസ് സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണ്. അതെങ്ങനെയാണ് പിശക് പറ്റുന്നത്? അവർ അവിടെ പരിപാടി അവതരിപ്പിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷമൊക്കെ കൊടുത്തു എന്ന് അങ്ങ് എഴുതി ചേർക്കുന്നത്? എന്നിട്ട് അതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അത് പിശക് പറ്റിയതാണെന്ന്. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധയായി ഉണ്ടായ പിശകാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചു എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത്. അയ്യപ്പ സംഗമത്തിന്റെ തുടക്കത്തിൽ ഒരു ഭജൻ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. നന്ദഗോവിന്ദം ഭജൻസ് സംഘത്തെ സമീപിച്ചുവെങ്കിലും അന്നേ ദിവസം മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചു. തുടർന്ന് സംഗീതജ്ഞനായ ഇഷാൻ ദേവിനെ സമീപിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 25ലധികം കലാകാരന്മാരും 10ലധികം ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ 35 പേർ പങ്കെടുത്ത മികച്ച സംഗീത ആവിഷ്കാരമാണ് സംഘം അവതരിപ്പിച്ചത്. വിവിധ ട്രൂപ്പുകളെ ഏകോപിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘത്തിന്റെ 5 ദിവസത്തെ താമസം, ഭക്ഷണം, റിഹേഴ്സൽ തുടങ്ങി എല്ലാ ചെലവുകളും ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയാണ് ചെലവായതെന്നും വാർത്താക്കുറിപ്പിൽ ബോർഡ് വ്യക്തമാക്കി. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന ഒരു പരാമർശവും ഇല്ല എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ കണക്കുകൾ അവൈലബിൾ ബില്ലുകൾ അനുസരിച്ചുള്ളതാണെന്നും ബില്ലുകളെല്ലാം ലഭിക്കുമ്പോൾ യഥാർത്ഥ കണക്കുകൾ വ്യക്തമാകുമെന്നും ബോർഡ് പറയുന്നു. സർക്കാർ പറയുന്നത്, അതായത് മന്ത്രി പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയെന്ന്. ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല, ചില പിശകുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് എന്നാണ്. എന്തായാലും അടപടലം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കുറെ പേർ നക്കി മുക്കി എന്നുള്ളത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.